ഹലോ എവ്രി വൺ, എല്ലാവർക്കും എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇഷ്ടം പോലെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഫാക്കൽറ്റിക്കും അതേപോലെ നമ്മുടെ മെൻറ്റേഴ്സിനൊക്കെ കിട്ടുന്ന ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു പ്രശ്നമാണ്. ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരു വലിയ പ്രോബ്ലം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ +2 എങ്ങനെ പഠിച്ചെടുക്കും? ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് UYARE ബാച്ചിലൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടോ? ഒക്കെ ശരി, എല്ലാം നടക്കുന്നുണ്ട്. സ്കൂളിലെ ക്ലാസ്സും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ? കുറച്ച് സമയം കൂടി അല്ലേ ബാക്കിയുള്ളൂ അല്ലേ? എത്ര സമയം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ, കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ? ഓക്കെ ശരി, കുഴപ്പമില്ല, സാധാരണ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഫുൾ മാർക്കിന് ഇനിയും ചാൻസ് ഉണ്ടോ? ഒരു 1200 ഇനി എനിക്ക് കിട്ടണ അല്ലേ? +1 എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി. എക്സാമിനറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരും യോധാ സീരീസിലൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ഫുൾ മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി +2ലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഈ കുറച്ച് സമയം കൊണ്ടെന്നാണ് എല്ലാവരുടെ സംശയം. ഇനി ഫുൾ മാർക്ക് ഇല്ല പോട്ടെ, ഒരു 98% അല്ലെങ്കിൽ ഒരു 99% എങ്കിലും എനിക്ക് +2ൽ അടിച്ചു വാങ്ങാൻ പറ്റുമോ ഈ ഒരു സമയം കൊണ്ട്? അങ്ങനെ പറ്റുമെങ്കിൽ എങ്ങനെ ഞാൻ പഠിക്കണം? ഇത് സാധാരണ ഇയർ അല്ല. അപ്പോൾ എങ്ങനെ ഞാൻ അതിലേക്ക് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് എല്ലാവരുടെയും ഡൗട്ടാണ്. ഇഷ്ടം പോലെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക് ഫാക്ട്സ് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾ ബയോ സയൻസ് ആണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബയോ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടോ? നിങ്ങൾക്ക് 60 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് +2ൽ. മൊത്തത്തിൽ 60 ചാപ്റ്റേഴ്സ്. ഇത് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് കൂട്ടാണ്ടാണ്. അത് പിന്നെ പോട്ടെ, അത് നമുക്ക് പഠിച്ചെടുക്കാം, കുഴപ്പമില്ല. നിങ്ങളിപ്പം ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിലും അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സയൻസ് സബ്ജക്റ്റിൽ, അതായത് ഫിസിക്സിൽ 15 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയിൽ 16 ചാപ്റ്റേഴ്സ്, മാത്സിൽ 13 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ 16 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കണം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല അല്ലേ? ഫോക്കസ് ഏരിയ വന്നാൽ ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കണം. അങ്ങനെ 60 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാണ്ട്. ആവറേജ് പറയുകയാണെങ്കിൽ /4 ചെയ്താൽ നിങ്ങൾക്ക് 15 കിട്ടും. അപ്പോൾ 15 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിൽ ആവറേജ് നിങ്ങൾ പഠിക്കണം. ഈ 15 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കുറച്ചും കൂടി 4 ചാപ്റ്റർ കുറയുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? വേറെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ്ട് 15 ചാപ്റ്റേഴ്സ് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം പഠിക്കാൻ, ആവറേജ്. അങ്ങനെയാണെങ്കിൽ ഈ 15 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ ഓരോ സബ്ജക്റ്റിലും 15 ചാപ്റ്റേഴ്സ് 4 സബ്ജക്റ്റിൽ പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 10 മാസമോ 11 മാസമോ 1 വർഷമോ 8 മാസമോ ഒന്നും അല്ല, വെറും 4 മാസമേ ഉള്ളൂ. ശരിയല്ല? ആലോചിച്ച് നോക്ക്. നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിലും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മാർച്ചിൽ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? UYARE ബാച്ചിൻ്റെ കലണ്ടർ നിങ്ങൾക്ക് അറിയാം. ഫെബ്രുവരി 22 ആകുമ്പോൾ നമ്മളെല്ലാം തീർക്കും. പിന്നെ റിവിഷൻ മാത്രമേ ഉള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂ അല്ലേ? അപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കും? കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഈ സമയം കൊണ്ട്, ഈ 4 മാസം കൊണ്ട് നമുക്ക് ഈ 60 ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കണം, അല്ലെ 15 ചാപ്റ്റേഴ്സ് പെർ സബ്ജക്റ്റ് പഠിച്ചെടുക്കണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു മാസം പോട്ടെ, ഒരാഴ്ചയിൽ എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം? ഒരാഴ്ചയിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് ഒരു ചാപ്റ്ററെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലേ? ഇന്നല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാര്യങ്ങൾ അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ ഫുൾ മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് തീർക്കണേ തന്നെ ഞാൻ പേടിപ്പിക്കുക എന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ റിയാലിറ്റി അറിയാണ്ട് വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിരുന്ന കാര്യമുണ്ടോ അല്ലേ? ഞാൻ അത് വാങ്ങും, ഞാൻ ഇത് വാങ്ങും, മറ്റേത് വാങ്ങുന്ന ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഓൺ ആവറേജാണ് പറയുന്നത്, ഒരാഴ്ചയിൽ ഒരു ചാപ്റ്റർ അല്ലെ 1.5 ആഴ്ചയിൽ ഒരു ചാപ്റ്ററെങ്കിലും തീർക്കണം. 1.5 ആഴ്ചയാണ് ശരിക്കത്തെ കണക്ക്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഒരാഴ്ച എന്നൊക്കെ പറയും, കുറച്ച് പേടിപ്പിക്കൽ എക്സ്ട്രാ കൂട്ടും. അപ്പോൾ 1.5 ആഴ്ചയിൽ നമുക്ക് ഒരു ചാപ്റ്റർ തീർത്താൽ കാര്യം നടക്കാം. അത് ഓരോ സബ്ജക്റ്റിൻ്റെയും അല്ലേ? 1.5 ആഴ്ചയിൽ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ തീർക്കും. അപ്പോൾ അടുത്ത 1.5 ആഴ്ചയിൽ ഫിസിക്സിൻ്റെ വേറെ ചാപ്റ്റർ തീർക്കും. അടുത്ത 1.5 ആഴ്ചയിൽ ഫിസിക്സിൻ്റെ വേറെ ചാപ്റ്റർ തീർക്കും. അങ്ങനെ പോകാം. അതിൻ്റെ ഒപ്പം ഫിസിക്സിൻ്റെ ചാപ്റ്റർ മാത്രമല്ല, ബയോളജിൻ്റെ ചാപ്റ്ററും തീർക്കണം, കെമിസ്ട്രീൻ്റെ ചാപ്റ്ററും തീർക്കണം, മാത്സിൻ്റെ ചാപ്റ്ററും തീർക്കണം, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്ററും തീർക്കണം. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ തീർത്താലേ, ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് അവസാനം തീർക്കാൻ പറ്റില്ല. ഇത് വേറൊരു സൊല്യൂഷനും ഇല്ല. വേറെ എന്താ സൊല്യൂഷൻ? വേറൊരു സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ ആദ്യത്തെ 10 ചാപ്റ്റർ മാത്രം ഈ 4 മാസത്തിൽ പഠിച്ചിട്ട് അവസാനത്തെ 5 ചാപ്റ്റർ അല്ലെ 4 ചാപ്റ്റർ പിന്നീട് പഠിക്കുമോ? ഇല്ല, പോസിബിൾ അല്ല. അപ്പോൾ ഇത് മാത്രമേ സൊല്യൂഷൻ. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ UYARE ബാച്ചിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടൈം ടേബിൾ ഉണ്ട്, പ്രോപ്പറായിട്ട് ടൈം ടേബിൾ, അതിനനുസരിച്ച് കറക്റ്റായിട്ട് ക്ലാസ്സസ് പോകുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ തന്നെയാണ് അതിലുള്ള. അതുകൊണ്ടാണ് ഫെബ്രുവരി 22 ആകുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കും, DPP സൊല്യൂഷൻ അടക്കം. ഇനി അതിലൊന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ UYARE ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടൊന്നും അല്ല പഠിക്കുന്നത്. അല്ലാത്തവരെന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാൻ പ്ലാൻ, നിങ്ങൾ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിന് പോയി ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാണോ പഠിക്കാൻ പ്ലാൻ,
നിങ്ങൾ ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. അതായത് ഈ ടൈം ലൈൻ അനുസരിച്ച് പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എവിടെ വേണേൽ പഠിച്ചോ, അത് കുഴപ്പമില്ല, കാര്യമില്ല, ഓരോ ആൾക്കാരുടെ പേഴ്സണൽ കാര്യം. പക്ഷേ യു ഷുഡ് എൻഷുർ, നിങ്ങൾ എൻഷുർ ചെയ്യണം നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതെങ്കിൽ ആ സ്ട്രാറ്റജി ഇതായിട്ട് അലൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർക്കില്ല. ഫുൾ മാർക്കിൻ്റെ കാര്യം വിട്, നിങ്ങൾ പഠിച്ച് തീർക്കില്ല. തീർത്താലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഷെഡ്യൂൾ നിങ്ങൾ കറക്റ്റ് ആക്കണം. ഒരേ ബാച്ചിലുള്ള കുട്ടികളെ ആലോചിക്കും പോലും വേണ്ട. നിങ്ങൾ ആ ടൈം ടേബിൾ അനുസരിച്ച് വന്ന് ലൈവ് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അതിലല്ലാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അത് ഫസ്റ്റ് സെറ്റ് ചെയ്യണം. സാധാരണ ഇയർ അല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം. അല്ലേ ഞാൻ വന്നിട്ട് ഇവിടെ സാധാരണ ഒരു ഇയർ 10 മാസം ക്ലാസ്സുള്ള ഒരു ഇയർ ആണ്, ഇങ്ങനെ ഒന്നും ഡയലോഗ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ അവർ പഠിച്ചു പോയാൽ മതി. പക്ഷെ ഇത് സാധാരണ ഇയർ അല്ല, നിങ്ങൾ വളരെ ഡിലേഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫൈനൽ എക്സാം ഏതാണ്ട് സാധാരണ നടക്കുന്ന പോലെ തന്നെ നടക്കുകയും ചെയ്യും. അപ്പം ഇറ്റ്സ് എൻ എക്സ്ട്രാർഡിനറി ഇയർ. ഫോക്കസ് ഏരിയയും കാര്യങ്ങളൊക്കെ വരും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കണ്ടേ. അപ്പം ഫസ്റ്റ് ആ ടൈം ലൈൻ സെറ്റ് ചെയ്യണം, ആ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം, അല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ബ്രോഡ് ടൈം ടേബിൾ, ഡെയിലി 5 മണിക്കൂർ പഠിക്കുന്നതല്ല, മൊത്തത്തിൽ പഠിച്ച് തീർക്കണ്ടേ. അതിന് വേണ്ടിയുള്ള ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ UYARE ബാച്ചിൽ അല്ലാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് UYARE ബാച്ചിൻ്റെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാം. ഞാൻ പറ്റുമെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും പോയി ഡൗൺലോഡ് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട്. ബാക്ക് പോയി അടിച്ച് നോക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏത് സ്റ്റുഡൻറ്റും ഫോളോ ചെയ്യാം അല്ലേ? ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഫോളോ ചെയ്യാം. പക്ഷേ ഫോളോ ചെയ്ത് തീർക്കണം, അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സംശയം, സാർ ഇങ്ങനെ തീർക്കുന്ന നോക്കണം, ഞങ്ങൾ തീർത്തു, ഒരു മിനിമം മാർക്സ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. തീർത്താൽ തന്നെ ഗ്യാരണ്ടീഡ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, +1 എക്സാം സിമ്പിൾ ആയിരുന്നു, +2 എക്സാം സിമ്പിൾ ആയിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത്ര സമയം തന്നിട്ടുള്ളൂ, കുറേ പഠിക്കാനുണ്ട്, അപ്പോൾ എക്സാം സിമ്പിൾ ആക്കാതിൻ്റെ വേറെ വഴിയുണ്ടോ? ഒരു വഴിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പം തീർത്താൽ തന്നെ നിങ്ങൾക്കൊരു മിനിമം മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ അത് പോരാ നിങ്ങൾക്ക് അല്ലേ? നിങ്ങളിൽ പലരും ഈ വീഡിയോയിൽ ഇവിടെ വരെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്സ് പോരായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്സ് വേണം അല്ലേ? നിങ്ങൾക്കൊരു ഫുൾ മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോകണം, 98% അടുത്തേക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എയിം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ പറ്റുമോ ഈ 4 മാസം കൊണ്ട്? തീർച്ചയായും പറ്റും. സിമ്പിൾ ലോജിക് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഒരു വർഷം, നിങ്ങളല്ല, നിങ്ങളുടെ ഒരു 4 വർഷം മുൻപുള്ള നിങ്ങളുടെ +2 ബാച്ച് ഏതാണ്ട് എത്ര മാസം പഠിക്കാനുണ്ട്? അവർക്ക് 10 മാസം അല്ലേ? 10-9 മാസമൊക്കെ സുഖമായിട്ട് പഠിക്കാം. ഇതേ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് തന്നെ, നിങ്ങൾ ഈ 4 മാസം പഠിക്കുന്നവർ 9 മാസം കൊണ്ട് പഠിക്കും, അല്ലെ 10 മാസം കൊണ്ട് പഠിക്കും. പക്ഷെ അവർ ശരിക്കും 10 മാസം പഠിക്കുമോ? ഇല്ല. ശരിക്കും ഒരു 10 മാസം പഠിച്ചുകൊണ്ടിരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 10 മാസം പഠിച്ചുകൊണ്ടിരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ എപ്പോഴാണ് പഠിക്കുക? അവസാനം ഒരു 3-4 മാസം അല്ലേ, ചിലവർ 2 മാസം. അപ്പം നിങ്ങളുടെ മുൻപുള്ള ബാച്ചസും +2 പഠിച്ച ബാച്ചസും 10 മാസം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മാസം 2ാമത്തെ മാസം ഒക്കെ ഇങ്ങനെ ഉഴപ്പി ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ടോപ്പേഴ്സിൻ്റെ കാര്യമല്ല, ക്ലാസ്സിൽ 1ും 2ും 3ും 4ും 5ും ആകുന്ന ആൾക്കാരുടെ കാര്യമല്ല. അവർക്ക് ഡെയിലി പഠിക്കും. പക്ഷെ ഒരു ആവറേജ്, അവർ മാത്രമല്ലല്ലോ ക്ലാസ്സിലുള്ളത്, ബാക്കി ഒരാൾക്കാരല്ലേ മെജോറിറ്റി സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും പഠിക്കുക? ആദ്യത്തെ മാസം ഒന്നും പഠിക്കില്ല, 2ാമത്തെ മാസം ഒന്നും പഠിക്കില്ല, 3ാമത്തെ മാസം പഠിക്കില്ല, ഒന്നും പഠിക്കില്ല. അങ്ങനെ അവസാനം ഒരു എക്സാം ടൈം ആകുമ്പോൾ എല്ലാവർക്കും ആ ചൂട് കയറും. 3 മാസം അല്ലെ 2 മാസം, ചിലർ 4 മാസം നല്ല അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോഴാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങുക. ശരിയല്ലേ? അപ്പം ഇതിൻ്റെ മുൻപുള്ള ബാച്ചസും +2 ഒക്കെ ഈ 4-3 മാസം തന്നെ പഠിച്ചിട്ടാണ് അവർ പാസ്സായതും അവർ ഫുൾ മാർക്സ് വാങ്ങിച്ചതും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അന്ന് 4 മാസം പഠിച്ചവനോ അല്ലെ 3 മാസം പഠിച്ചവനോ ഫുൾ മാർക്കൊന്നും കിട്ടിയിട്ടില്ല, മറ്റോ ആൾക്കാർക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടില്ല. അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സീനിയേഴ്സിൻ്റെയോ അല്ലെ എന്നെ വിശ്വസിച്ചോ, ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ്. 3 മാസത്തിനും 4 മാസത്തിനും നല്ല ഇൻറ്റൻസ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക്, സാധാരണ സ്റ്റുഡൻറ്റിനെ പോലെ അല്ലേ, വളരെ ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു പേടി കയറിയിട്ട് അഡ്രിനാലിനൊക്കെ കയറി പഠിക്കുന്ന ഒരാൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇഷ്ടം പോലെ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പോസിബിൾ ആണ്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പോസിബിൾ ആണ്, പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്താണ്? ആ 4 മാസം ആ കുട്ടി, ആ ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടി, 4 മാസം മാത്രം പഠിച്ച കുട്ടി എല്ലാ ദിവസവും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെ 3 മാസം പഠിച്ചു നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? നല്ല കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ മണിക്കൂറുകൾ തന്നെയാണ് അല്ലെ? ക്വാളിറ്റി എന്നൊക്കെ പറയും, ഓക്കെ ശരി. പക്ഷെ ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യാൻ ഒരു സംശയമില്ല. നിങ്ങൾ 1 hour ക്വാളിറ്റി പഠിത്തം പഠിച്ചിട്ട് പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അതിനേക്കാളും വേദന നിങ്ങളൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മൾ പഠിക്കുക. ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ച് ആ ശീലമാകുമ്പോഴാണ് ക്വാളിറ്റി വരിക. അതാണ് അതിൻ്റെ റിയാലിറ്റി. 4 മണിക്കൂറും 5 മണിക്കൂറൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് സിമ്പിളായിട്ട് 4-3 മാസം കൊണ്ട് അന്നും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ വർഷവും നിങ്ങൾക്ക് അതിനേക്കാളും എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താണ്? അന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല 4 മാസം 3 മാസം കൊണ്ട് പഠിക്കുമ്പോൾ. ഇന്ന് നിങ്ങൾക്ക് 90% ചാൻസ് എന്താണ്? ഫോക്കസ് ചെയ്ത് വരും. അപ്പം ഈ 4 മാസം
നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പരീക്ഷയും കൂടെ സിമ്പിൾ ആയാൽ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും ഫുൾ മാർക്ക് വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നിങ്ങളെ തീരുമാനിക്കണം. പിന്നെ ആ ക്വസ്റ്റിനെ ഞാൻ ഉത്തരം തന്നു, 4 മാസം കൊണ്ട് സാർ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, ഇത്രയും കാര്യം പിടിച്ച് വാങ്ങാൻ പറ്റും. ഇതിന് മുൻപ് ഇതിനേക്കാളും ടഫായിട്ടുള്ള സിലബസ്, ടഫായിട്ടുള്ള എക്സാം വന്നപ്പോഴും ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അവരും 3 മാസമോ 2 മാസമോ 4 മാസമോ ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ വലിയ സംഭവമാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വർഷത്തെ കാര്യം. ഓക്കെ, ഫാക്ട്സ് ആയിട്ട് തന്നെ റിയലൈസ് ചെയ്യാം. ഓക്കെ, ട്രൂത്ത് ആണത്. പക്ഷേ കണ്ടീഷൻ എന്താണ്? 4 മാസം സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഡെയിലി കുറച്ച് പഠിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് മിനിമം മാർക്സ് ഗ്യാരണ്ടി ഉണ്ടാവും നിങ്ങൾ ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ. നിങ്ങളുടെ എയിം അവിടെ ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ ടോപ്പ് ആയിട്ടുള്ള ടോപ്പറിനെ പോലെ തന്നെ പഠിക്കണം. ആ ആറ്റിറ്റ്യൂഡ് ടോപ്പറിൻ്റെ ആയിരിക്കണം, പഠിത്തത്തിൻ്റെ സ്റ്റൈലും ടോപ്പറിൻ്റെ ആയിരിക്കണം. അപ്പോൾ എത്ര പഠിക്കേണ്ടി വരും? 4 മണിക്കൂർ പഠിക്കേണ്ടി വരും, 3 മണിക്കൂർ മിനിമം പഠിക്കേണ്ടി വരും എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ. എത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സാധാരണ പഠിച്ചാൽ മതി. പക്ഷേ ഈ വീഡിയോ ഇവിടെ വരെ കണ്ട് എത്തിയ ആളാണ്, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് മുകളിലെത്തണമെന്ന്. ആ മുകളിലെത്തണമെങ്കിൽ നിങ്ങൾ ആ ടോപ്പറിനെ പോലെ പഠിക്കുക. ആ ടോപ്പറിനെ പോലെ നിങ്ങൾ 4 മാസം പഠിച്ചുകൊണ്ടിരുന്നാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ അതേ സമയം ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഓക്കെ, 5 മണിക്കൂർ എല്ലാ ദിവസവും പഠിച്ച് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 6 ചാപ്റ്റേഴ്സോ 7 ചാപ്റ്റേഴ്സോ തീർത്തുള്ളൂ എങ്കിൽ പ്രശ്നമായി, ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്ത് കഷ്ടപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫാക്ട്സും എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത് ആർക്കേ പറ്റുള്ളൂ, നിങ്ങൾക്ക് പറ്റുള്ളൂ. അവിടെയാണ് നിങ്ങളുടെ മിടുക്കിരിക്കുന്നത്. മിക്ക ആൾക്കാരും എന്ത് ചെയ്യും? മിക്ക ആൾക്കാർ സാധാരണഗതിയിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓക്കെ ഞാൻ എന്തൊക്കെ എല്ലാം മനസ്സിലായി, സ്ട്രാറ്റജിയും കിട്ടി, ഇതും മനസ്സിലായി, അത് മനസ്സിലായി, സാറ് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് സാധാരണ പോലെ ഇന്ന് മുതൽ സാധാരണ പോലെ അങ്ങോട്ട് പോകും. നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണോ പഠിച്ചത്, എത്രയാണോ ഇങ്ങനെയാണോ ജീവിച്ച ആ ലൈഫ് സ്റ്റൈലിൽ തന്നെ പോകും. ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഈ 10 മിനിറ്റോ എത്രയാണ് ഈ വീഡിയോ സമയം എനിക്കറിയില്ല, 10-15 മിനിറ്റ് ഉണ്ടാവും, വേസ്റ്റ്, ഒരു സംശയമില്ല, പ്യുവർ വേസ്റ്റാണ്. മറിച്ച് ഇന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഫുൾ മാർക്ക് അടിക്കുന്ന ആൾക്കാരായിരിക്കും മിടുക്കന്മാർ. ഓക്കെ, അപ്പം ആ ചോയ്സ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ആ ചോയ്സ് എടുക്കുന്ന പോലെ ഇരിക്കും നിങ്ങളുടെ ഭാവി, ഒരു സംശയമില്ല. അത് നന്നായി തന്നെ വരട്ടെ. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ചോയ്സ് ഇന്ന് മുതൽ തന്നെ, എന്തിനാ നാളെ മുതൽ, ഇന്ന് മുതൽ തന്നെ ഞാൻ ഒരു ടോപ്പറിനെ പോലെ തന്നെ പഠിക്കും. അങ്ങനെ ഞാൻ പഠിച്ചാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും, അത്ര സിമ്പിളാണ് എന്ന് വിശ്വസിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന ആളായിരിക്കും അവസാനം ജയിക്കുക, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും മാക്സിമം ഹൈറ്റിലെത്തട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സംശയങ്ങളോ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ കൊടുക്കുക, പറ്റുന്നതാണ് നമ്മൾ ചെയ്യും. ഓക്കെ, ബൈ ബൈ, എല്ലാവരും ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.